പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോൺ വാങ്ങുന്ന സമയത്ത് തന്നെ ഡിഫാൾട്ടായിട്ട് കുറച്ച് ആപ്ലിക്കേഷൻ അവർ തരാറുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. അതിൽ ഒരുപാട് ഫീച്ചറുകളും കാര്യങ്ങളും ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. പക്ഷെ അത് നമ്മളാരും വലുതായിട്ട് ശ്രദ്ധിക്കാറില്ല. ഇത് നമുക്ക് ഫോട്ടോകളും വീഡിയോകളും എല്ലാം ബാക്കപ്പ് ചെയ്ത് വയ്ക്കാനും അതുപോയിട്ട് പല പല ഉപകാരങ്ങളുള്ള ഒരു വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. അതിൽ നമുക്ക് ഉപയോഗമുള്ള രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്തായാലും അത് നിങ്ങൾക്ക് ഉപകാരം വരുമെന്നാണ് എൻ്റെ വിശ്വാസം. അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോകാം. അത് നോക്കാൻ വേണ്ടി ഞാനിപ്പോൾ എൻ്റെ ഫോണിലെ ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഞാനിതാ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഈ ആപ്പ് നിങ്ങൾക്ക് ഡിഫാൾട്ടായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറിയതിന് ശേഷം നമ്മൾ ഗൂഗിൾ ഫോട്ടോസ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. ആ ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഇങ്ങനെ കാണാൻ സാധിക്കും. ഒരു പിക്ചർ നമുക്ക് ഹൈഡ് ചെയ്ത് വയ്ക്കണം എന്ന് നമ്മൾ വിചാരിക്കുകയാണെന്ന് വെച്ചോളൂ. വ്യൂ ആളെന്ന് പറയുന്ന ഈ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ പിക്ചർ ഏതിലാണോ ആ പിക്ചർ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ രണ്ട് പിക്ചർ നമുക്ക് ഇപ്പോൾ ഒളിപ്പിച്ച് വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മളതിൽ ലോങ് പ്രസ് ചെയ്യുക. ഇതുപോലെ രണ്ട് ടിക്ക് മാർക്ക് വീഴും. രണ്ട് ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ടിക്ക് മാർക്ക്. അതുപോലെ നമുക്ക് എത്ര ഫോട്ടോ വേണമെങ്കിലും ഇതുപോലെ ഹൈഡ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് ഓപ്ഷൻ കാണാൻ സാധിക്കും കേട്ടോ. ഇതിൽ നമ്മൾ മൂവ് ടു ലോക്ക്ഡ് ഫോൾഡർ എന്ന് പറയുന്ന ലാസ്റ്റ് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം മൂവ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ രണ്ട് പിക്ചർ നമുക്ക് നമ്മുടെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ വേറെ ആർക്കും അത് കാണാൻ സാധിക്കത്തില്ല, ഹൈഡ് ആയിട്ടുണ്ട്. ഇത് പക്ഷേ നമുക്ക് രണ്ടാമത് നമുക്കിത് കാണണമെന്നുണ്ടെങ്കിൽ, നമുക്കിത് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഈ ലെൻസ് ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ലോക്ക്ഡ് ഫോൾഡർ എന്ന് പറഞ്ഞ് നമ്മൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ പാസ്വേഡ് അല്ലെന്നുണ്ടെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഇത് ആ ഫോട്ടോ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഗാലറിയിൽ ആ ഫോട്ടോ കാണാൻ സാധിക്കത്തില്ല. ഗൂഗിൾ ഫോട്ടോസിൻ്റെ അടുത്ത സവിശേഷത അല്ലെങ്കിൽ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. ഏതെങ്കിലും ഒരു ഫംഗ്ഷന് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വിനോദയാത്രയ്ക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഗ്രൂപ്പായി നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട്. ഈ കാണുന്നത് പോലെ നമ്മൾ ഇതുപോലെ ഫോട്ടോ എടുക്കാറുണ്ട്. അത് നമ്മൾ ഒരുമിച്ച് നിന്ന് ഇതുപോലെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള ആൾക്കാർക്കെല്ലാം ഇത് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നു. നമ്മളാണ് ഈ ഫോട്ടോ എടുക്കുന്നത് എങ്കിൽ നമ്മൾ ഇതിന് ഒരു ട്രിക്കുണ്ട് കേട്ടോ. ഇത് ഒരുമിച്ച് എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ഗൂഗിൾ ഫോട്ടോസിലൊരു ട്രിക്കുണ്ട്. അതാണ് നമ്മളിനി പരിശോധിക്കാൻ പോകുന്നത്. എന്തായാലും ഈ ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്താൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മൊബൈൽ ടെക് വീഡിയോക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇത് ഇഷ്ടമായ ഒരു ലൈക്ക് തരണം കേട്ടോ. അതിനുവേണ്ടി നമുക്ക് ഈ ടിക്ക് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കറിയാം ഈ 5 ഫോട്ടോ ഇപ്പം നമ്മൾ ഈ 5 ഫോട്ടോയും സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമുക്കിവിടെ ഈ പ്ലസ് ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻ വരും. ഇതിൽ ആൽബം എന്നുള്ള ഓപ്ഷനിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഇങ്ങനെ വരും. ഇതിൽ നമ്മളൊരു ടൈറ്റിൽ കൊടുത്തതിന് ശേഷം, കാരണം നമുക്കൊരു ടൈറ്റിൽ കൊടുത്തതിന് ശേഷം നമ്മളുടെ ഇത് താഴെയായിട്ട് ഷെയർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും ഹെറ്റ് ലിങ്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ലിങ്ക് നമുക്കിതുപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. വാട്സപ്പിലോ മറ്റോ ഒക്കെ അയച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവരുടെ ഓരോരുത്തരെയും ഫോണിലേക്ക് നമുക്ക് ഇതുപോലെ ഈ ലിങ്ക് അയച്ചു കൊടുത്താൽ മതി. ഓരോരോ ഫോട്ടോ ആയിട്ട് നമുക്ക് അയച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഈ ലിങ്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫോട്ടോകളെല്ലാം ഇതുപോലെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും മറ്റൊരു നല്ലൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.